പെയിന്റിങ്ങിന്റെ ഒക്കെ കോൺട്രാക്ടർ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം മരിച്ചപ്പം ഈ ചേട്ടാ എഞ്ചിനീയറിംഗ് ജോലി വിട്ട് ആ പെയിന്റിങ്ങിന്റെ ജോലിക്ക് മെഡിക്കൽ കോളേജിൽ പൊക്കോണ്ടിരുന്ന മനുഷ്യനാണ്. ചേച്ചി നേഴ്സാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ നോക്കാൻ തന്നെ കണ്ണുകൊണ്ട് നോക്കിയതാണോ അതോ പൈസ കൊടുത്തിട്ടാണല്ലോ? ചേച്ചിയുടെ ഹസ്ബൻഡ് എഞ്ചിനീയർ ആണ്. പുള്ളി നിങ്ങൾക്ക് അറിയാം, തിരക്കി അറിയാം. പുള്ളി ബിടെക് എഞ്ചിനീയർ ആണ്. പുള്ളി AVGയിൽ ഈരക്കടവ് കോട്ടയത്തെ ജോലി ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന് അച്ഛൻ മരിച്ചപ്പോഴാണ് പുള്ളി ഇപ്പൊ പെയിന്റിങ്ങിന്റെ കോൺട്രാക്ട് വർക്കൊക്കെ ഏറ്റെടുത്ത് പുള്ളി അന്നും പെയിന്റിംഗ് ജോലി ഉണ്ടായിരുന്നു. അതുപോലെ ചേച്ചി നേഴ്സാണ്. ഹലോ, നമസ്കാരം പ്രിയമുള്ളവരെ. അപ്പൊ എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്, ബഹുമാനമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും ബിടെക് എഞ്ചിനീയർ ആയ ഒരു വ്യക്തി പെയിന്റിംഗ് പണിക്ക് പോവുകയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഔചിത്യം മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ കേരളത്തിൽ യുവാക്കൾക്ക് തൊഴിൽ കിട്ടാത്തതിന്റെ ഒരു നേർചിത്രമായിരിക്കാം ഇത്, അല്ലെങ്കിൽ പിന്നെ ചേച്ചി തള്ളിയതായിരിക്കാം. എന്തായാലും ഒരു ബിടെക്കുകാരൻ പെയിന്റിങ്ങിന് പോകേണ്ട അവസ്ഥയിലേക്ക് വന്നോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഒന്ന് പരിശ്രമിച്ച നല്ലൊരു ജോലി എന്തായാലും ബിടെക് എഞ്ചിനീയർ ആയ ഒരു വ്യക്തിക്ക് കിട്ടും. കിച്ചുവിന് കൊടുക്കുന്ന മറുപടിയിലാണ് രേണുസുതി ഇത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് രേണുസുതി കുറച്ച് വിഷയങ്ങളെ കുറിച്ച് പ്രതികരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളെ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. അപ്പൊ മാക്സിമം സപ്പോർട്ട് തരിക. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ വീഡിയോസ് കാണാം. അടുത്ത ഒരു വീഡിയോ ഇതാണ്. എന്റെ പൊന്നെ, 24-ാം തീയതി വരെ ഞാൻ സംസാരിച്ച് ഞങ്ങള് എന്താ പറയാ വീഡിയോ കോൾ ചെയ്ത് അവിടെയുള്ള ആ ജോലി സ്റ്റാഫുകൾ, അതായത് ചെമ്പരത്തി ബാർ റെസ്റ്റോറന്റ് സ്റ്റാഫുകൾ വരെ അവനെ ഹായ് പറഞ്ഞു. അയ്യോ, നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നമില്ലല്ലോ, സന്തോഷമല്ലേ, എന്താ ഈ ആൾക്കാരൊക്കെ പറയുന്നത് പറഞ്ഞിട്ടാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം. ചെമ്പരത്തി ബാർ റെസ്റ്റോറന്റിലെ ആൾക്കാരൊക്കെ മുമ്പിൽ വെച്ച് രേണുസുതി കിച്ചുവിനെ വിളിച്ച് അവരെ സംസാരിച്ച് അന്ന് അവരെല്ലാവരും രേണുസുതിയോട് നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാണല്ലോ, നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെ ആരാണ് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് എന്നാണ് ചോദിച്ചത്. അതിനുശേഷമാണ് കിച്ചു വീഡിയോ ചെയ്യുന്നത് എന്നാണ് രേണുസുതിയുടെ ആരോപണം. നമുക്ക് അടുത്ത ഒരു വീഡിയോ കേൾക്കാം. ഈ വീഡിയോ ഇറങ്ങുന്നതിന് 2 ദിവസം മുന്നേ എന്നെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാം, എടാ അത് ചിരിച്ചേടാന്ന് പറഞ്ഞപ്പോൾ എന്നോട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കലാന്ന് പറഞ്ഞു. ഞാൻ എടുത്തില്ല. എന്താണെന്ന് എനിക്കറിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ ഇറങ്ങിയ പ്രശ്നമാണ്. എനിക്കറിയില്ല എന്താണ്. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. 10,000 7,000 രൂപക്ക് കൊടുത്തൊക്കെ ഞാൻ ഇട്ടിട്ടില്ല. ഈ ഒരു ക്ലിപ്പിൽ 2 ആരോപണങ്ങളാണ് പറഞ്ഞു ഉന്നയിച്ചേക്കുന്നത്. ഒന്ന്, ഒരു സ്ക്രീൻഷോട്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞു. അതിനർത്ഥം നേരത്തെ കരുതി കൂട്ടി കിച്ചു മനസ്സിൽ വെച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞു എന്നുള്ളതാണ് രേണുസുതി പറയുന്നത്. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇവര് കൊടുത്ത പൈസയുടെ ലിസ്റ്റുകൾ പുറത്തു വിട്ടില്ല. അതിനകത്ത് 7,000 10,000 ഒക്കെ കൊടുത്ത ലിസ്റ്റുകളുണ്ട്. അതൊന്നും പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരു മകനെ പോലെ നോക്കുകയും കാണുന്ന ആ കുട്ടിക്ക് കൊടുത്ത കാശിന്റെ കണക്ക് എന്തായാലും നിങ്ങൾ 1000 500 500 കൊടുത്തത് പുറത്തു വിട്ടോ. എന്നിട്ട് ഇനിയിപ്പോ വന്ന് ഇന്നുകൊണ്ട് നിങ്ങൾ അതിനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. ഞാൻ 10,000 കൊടുത്തതൊന്നും പറഞ്ഞിട്ടില്ല, 5,000 കൊടുത്തതൊന്നും 7,000 കൊടുത്തതൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തായാലും ആ കാര്യത്തിലൊന്നും നിങ്ങളോട് നമ്മൾ യോജിക്കുന്നില്ല. ഇനി എന്തായാലും അടുത്ത ഒരു ക്ലിപ്പ് കേൾക്കാം. അപ്പം ഞാൻ ബഹുമാനിക്കേണ്ട സമയത്ത് അവനെ ബഹുമാനിച്ചു, മകനാണെങ്കിൽ പോലും. പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണ്. ഞാനും അവനും എന്താണ്ട് 14 വയസ്സിന് ഡിഫറൻറ്റേ ഉള്ളൂ, 14-13 വയസ്സിന് ഡിഫറൻറ്റേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ. ഞാൻ അമ്മയെന്ന് വിളിക്കുമ്പോൾ ഞാൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും അവൻ എൻ്റെ മകൻ തന്നെയാണ്, ഞാൻ അവൻ്റെ അമ്മ തന്നെ. അപ്പം ഞാൻ അങ്ങനെ ബഹുമാനിക്കേണ്ട ഒരു സ്ഥാനത്ത് ബഹുമാനിച്ചു, അത്രേ ഉള്ളൂ. 24 മണിക്കൂറും 15 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ റൂമിൽ പോയി ഇരിക്കാൻ പറ്റുമോ എനിക്ക്? ഒരിക്കലും ഇല്ല. 24 മണിക്കൂറും ഒരമ്മയും ഒരു മകന്റെ പ്രായപൂർത്തിയായ ഒരു മകന്റെ റൂമിൽ എപ്പോഴും പോയി ഇരിക്കണം എന്ന് പറയുന്നില്ല. പിന്നെ അവൻ പറഞ്ഞത് എന്താണ്, അവന് ഒരു കരുതല്, അമ്മ എന്ന രീതിയിലുള്ള ഒരു കരുതല് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ കാശ് കൊടുക്കുന്നില്ലെന്നോ മറ്റൊന്നുമല്ല പറഞ്ഞത്. ഒരു മനുഷ്യനെ വ്യക്തിപരമായിട്ട് അവന് മാനസികമായിട്ടുള്ള ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ ഏകാന്തമായി ജീവിക്കുകയാണ്. അവന്റെ അച്ഛൻ മരണപ്പെട്ടു, അമ്മയില്ല. അപ്പം അവനാകെയുള്ള ആശ്രയം നിങ്ങളായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളുടെ ഭാഗത്ത് നിന്നും വന്നത് എന്താണ്, അവന് മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട്, അവന് മെന്റലി ഉള്ള ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പൊ ആ കാര്യമാണ് അവൻ അവന്റെ വീഡിയോസിലെല്ലാം പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ എടുത്ത് ഒന്നുകൂടെ കേട്ട് കഴിഞ്ഞാൽ വ്യക്തമാകാം. അവന്റെ മനസ്സിനുണ്ടായ വേദനകളാണ് അവൻ പറഞ്ഞിരുന്നത്, മറ്റൊന്നുമല്ല. നിങ്ങൾ കാശ് കൊടുത്ത് കാണും, ഓക്കെ ആണ്. പിന്നെ അവനെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ ഒരു പാരന്റിങ്ങോ ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അവന് വീട്ടിൽ നിന്ന് എപ്പോൾ പോയാലോ എപ്പോൾ വന്നാലോ ഒന്നും തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ അവന്റെ ജീവിതം തന്നെ അരക്ഷിതാവസ്ഥയിലേക്ക് പോയ ഘട്ടത്തിലാണ് അവൻ അവിടെ നിന്നും മാറിയത്. പിന്നെ കൂട്ടുകാരുടെ സഹായത്തോടു കൂടി അവൻ തിരിച്ചു വന്നതെല്ലാം നമ്മൾ വീഡിയോസിലൂടെ കണ്ടതാണല്ലോ അവൻ പറഞ്ഞതെല്ലാം. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലിപ്പ് കാണാം. എനിക്ക് ഇത്ര പറയുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചേട്ടന്റെ 2 മക്കളും, ചേട്ടന്റെ രക്തത്തിൽ പറഞ്ഞ 2 മക്കളും എനിക്ക് മക്കൾ തന്നെയാണ്. എന്നെ എന്ന് അമ്മയെന്ന് വിളിച്ചു, ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ച കുട്ടിയാണ് കിച്ചു. ഇപ്പം കുട്ടിയല്ല, കുട്ടി വളർന്ന് ഒരു യുവാവായി, 22 വയസ്സുള്ള യുവാവായി. അവന് അവന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ട്. സോ ജോലിയെടുത്ത് ജീവിക്കാനുള്ള ഇതും ആയി, അതായത് പ്രായപൂർത്തിയായി ജോലിയെടുത്ത് സമ്പാദിച്ച് ജീവിക്കട്ടെ, സന്തോഷമല്ലേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. അവന് പ്രായപൂർത്തിയായി, അവന് 10-21 വയസ്സായി. അപ്പൊ നിങ്ങൾ ഇത്തരത്തിലൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കോമാളിത്തരങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ് വരുന്നത് കേട്ടോ. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവന് പറഞ്ഞൊരു കാര്യമുണ്ട്, അവന്റെ കൂട്ടുകാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ അമ്മയും അച്ഛനും ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ കൊണ്ടാണ് അവൻ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന അല്ലെങ്കിൽ അമർത്തി വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട്. എങ്കിലും അവൻ ഒരുപാട് കാര്യങ്ങൾ പറയാതെ പോയിട്ടുണ്ട് അതിനകത്ത്. എന്തൊക്കെയോ കുറച്ചൊക്കെ കാര്യങ്ങൾ മാത്രമാണ് അവൻ പുറത്ത് പറഞ്ഞേക്കുന്നത്. അങ്ങനെയുള്ള ആ വീഡിയോ വന്നിട്ട് അവൻ സംസാരിച്ചത് അവൻ അത്രയും മാനസികമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അതായത് അവന്റെ കൂട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ
സമൂഹത്തിൽ നിന്നുമൊക്കെ നിങ്ങൾ കാണിക്കുന്നതിന്റെ ഒരു മറ്റേത് ഇളയ പയ്യൻ കൊച്ചാണ്, അവൻ അറിഞ്ഞുകൂടാ. ഇപ്പൊ മൂത്ത പയ്യൻ എന്ന നിലയ്ക്ക് എവനെയും ബാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്ട്. അതാണ് അവൻ വീഡിയോയിൽ വന്നിരുന്നുകൊണ്ട് പറയുന്നത്. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 8/7/91. ഞാൻ 91 ജനിച്ച ആളാണ്. എനിക്ക് 45, 40, 39, 38, 37 വയസ്സില്ല. 34 വയസ്സ് കഴിഞ്ഞ് 35 വയസ്സ് ആകുന്നു. ഈ സെപ്റ്റംബർ 7 നമ്മൾ എനിക്ക് 35 വയസ്സിലോട്ട് കയറത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ രേഷ്മ പി തങ്കച്ചൻ എന്നുള്ള എന്റെ ആധാർ കാർഡിലെ പേരാണ്. അപ്പൊ 91 രേണുസുതി ജനിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ആ കാര്യത്തിൽ ആർക്കും ഒരു ആശങ്ക വേണ്ട. ആധാർ കാർഡിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കാണിച്ചപ്പോഴാണ്, പിന്നെ ഫോട്ടോയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം മാറ്റിയപ്പോൾ ഉണ്ട്. ഇത് അവർ ചോദിച്ചേക്കുന്ന ചോദ്യം മറ്റേ സോഷ്യൽ മീഡിയക്കകത്ത് പേര് മാറ്റിയായിരുന്നല്ലോ, രേണുസുതി എന്നുള്ളത് രേഷ്മ പി തങ്കച്ചൻ എന്നാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴാണ് ഐഡിയയിലുള്ള പേരെന്താണോ അതേ അതിനകത്ത് വരുത്തുള്ളൂ, അങ്ങനെയാണ് പേര് മാറിയത് എന്നുള്ളതാണ് ഇവര് പറയുന്നത്. എന്തായാലും രേണുസുതിയുടെ വയസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരു ചർച്ചയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആധാർ കാർഡ് വെച്ച് നോക്കുവാണെങ്കിൽ 91 രേണുസുതി ജനിച്ചിരിക്കുന്നത്. അടുത്ത എളുപ്പമുണ്ട് കേൾക്കാം. ഞാൻ ഇത്ര വലിയ സെലിബ്രിറ്റി ആയോ? അങ്ങനെ വലിയ വലിയ സെലിബ്രിറ്റികൾക്കല്ലേ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ വരെ സ്മഗ്ലിംഗ് ആണോ സ്വർണ്ണക്കടത്താണോ? എന്തായാലും അങ്ങനത്തെ ഇന്ന് ഈ നിമിഷം വരെ ഇപ്പോൾ 5-8 പ്രാവശ്യമായിട്ട് ഞാൻ ദുബായിൽ പോയി വരുന്നുണ്ട്. ദുബായിൽ തന്നെയല്ല, പല ഐലൻഡ് അവിടെ UAE തന്നെ പല സ്ഥലത്തും ഞാൻ പോയിട്ട് വരുന്നുണ്ട്. ബഹ്റൈനിൽ പോകുന്നുണ്ട്. ഇന്നീ നിമിഷം വരെ അങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല. ഞാൻ കള്ളക്കടത്തിലൂടെ ഒരു രൂപ എനിക്ക് സമ്പാദിക്കേണ്ടത്. ഈ സെലിബ്രിറ്റികൾ മാത്രമാണ് ഈ കള്ളക്കടത്ത് നടത്തുന്നതെന്ന് ആര് പറഞ്ഞു? ഈ സെലിബ്രിറ്റികൾ കള്ളക്കടത്ത് നടത്തുന്നതെന്ന് ആരാണ് അല്ലെങ്കിൽ ആരോപിച്ചേക്കുന്നത്? ഇപ്പോൾ കള്ളക്കടത്ത് നടത്തുന്നത് അത് പ്രത്യേക ഒരു മാഫിയ സംഘമാണ്. ഇപ്പം അതിനകത്ത് രേണുസുതിയെ ഉൾപ്പെടുത്തിയൊന്നും ആരും സംസാരിച്ചിട്ടില്ല. അപ്പം അവർ പറഞ്ഞേക്കുന്ന ഒരു കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ അത്ര വലിയ സെലിബ്രിറ്റി ആയോന്ന്. അതായത് സെലിബ്രിറ്റിയുടെ ഒക്കെ ജോലി എന്ന് വെച്ചാൽ കള്ളക്കടത്ത് എന്നാണ് ഈ രേണുസുതി ഉദ്ദേശിച്ച് വെച്ചേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഓരോന്നൊക്കെ പറയാൻ തോന്നുന്നത്. എന്തായാലും ഞാൻ ഇത്ര വലിയ സെലിബ്രിറ്റി ആയോ? ആയിട്ടില്ല, ആവാനുണ്ട് ചേച്ചി. നിങ്ങൾ പോകുന്നതും വരുന്നതും ഒക്കെ നിങ്ങൾക്ക് കൊള്ളാം. നേരാവണ്ണം പോയി വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങളുടെ കുടുംബത്തിനും കൊള്ളാം. അഥവാ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ തന്നെ അനുഭവിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഈ കാണുന്ന എനിക്കോ ഈ പ്രേക്ഷകർക്കോ മറ്റാർക്കോ എന്തോ നഷ്ടപ്പെടാനുണ്ടോ? ഒന്നുമില്ല. അപ്പൊ അടുത്തത് കേൾക്കാം നമുക്ക്. സത്യം പറഞ്ഞാൽ രേണുസുതി എന്നുള്ളൊരു ചർച്ചാവിഷയമാണ്. എനിക്ക് തോന്നുന്നത് സീക്രട്ട് ഏജന്റിന്റെ ഒരു ഇത് കണ്ട പോലെ ഒരു എക്കോസിസ്റ്റമായിട്ട് മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു ഈ ഒരു രേണുസുതി കണ്ടന്റ്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഇത് തന്നെ. അവരെന്നെ വെച്ചൊരു പൈസ ഉണ്ടാക്കുന്നു, ഞാൻ അതുപോലെ റീച്ച് ആകുന്നു, എനിക്ക് വർക്ക് കിട്ടുന്നു, എനിക്ക് പിന്നെ പൈസ, പിന്നെ അവരെന്നെ വിട്ടിട്ട് കാശ് ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു എക്കോസിസ്റ്റമായിട്ട് ഇത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണെന്ന് തോന്നുന്നു ഈ രേണുസുതി എന്നുള്ള ഒരു സാധനം. അത് സത്യമാണ് കേട്ടോ. രേണുസുതി എന്ന് പറയുന്നത് ഒരു എക്കോസിസ്റ്റം അല്ല, ഒരു സംഭവം തന്നെയാണ്. കാര്യം ഈ രേണുസുതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് വേണം, നിങ്ങൾക്ക് വളവായി മുമ്പോട്ട് പോകാൻ. ഏതൊരു വാഹനത്തിനും ഓടാനൊരു ഫ്യൂവൽ വേണമല്ലോ. അതിപ്പോ നിങ്ങളുടെ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്താണ്? നെഗറ്റീവുകളാണ്. ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്നു. അഥവാ നിങ്ങളൊന്ന് നിറം മങ്ങി വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത വിവാദമായിട്ട് മുമ്പോട്ട് വരും, നിങ്ങൾ കത്തിക്കയറും, വീണ്ടും ഇങ്ങനെ നിൽക്കും ആ ഒരു ഗ്രാഫ്. അപ്പം കക്കാൻ പഠിച്ച ആൾ മാത്രമല്ല രേണുസുതി, നിൽക്കാനും പഠിച്ച ആളാണ് എന്നുള്ളത് വ്യക്തമാണ്. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഏറാമൂളികളായിട്ട് നിൽക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബ് വ്ളോഗേഴ്സ് ഉണ്ടല്ലോ, എവിടെ പോയാലും വരുന്നതും പോകുന്നതും പറയുന്നതും എല്ലാം ക്യാച്ച് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം ഒന്ന് ശരിയാണ്. കാര്യം അതായത് നിങ്ങൾ ഓരോ കണ്ടന്റായി ഓരോ റിയാക്ഷൻ ചെയ്യുന്നവരുടെയും ഓരോ യൂട്യൂബർമാരുടെയും ഒക്കെ കണ്ടന്റായി മാറുന്നു. അതിലൂടെ നിങ്ങൾക്കും ഞങ്ങൾക്കും പ്രയോജനം ഉണ്ടാവും. അതെന്തായാലും അനിശ്ചിതമായി ഇങ്ങനെ തുടരട്ടെ എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ടോപ്പിക് അവസാനിപ്പിക്കുകയാണ്. അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. വേറൊരു വിഷയവും വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്